മരണത്തിന് മുന്നോളം ഞങ്ങളെ നബിരെ മാർഗത്തെ സ്വീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമത്തെ അന്തിമ നിമിഷത്തെ വിഷയത്തിക്ക് ഞാൻ ചൂസാക്കിയത്. എനിക്കവിടെ എല്ലാ വാറയും ഖുർആൻ ക്ലാസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് വിഷയ ചന്ത് മൻസൂർ ഭായി. എന്തെങ്കിലും ഖുർആൻ ക്ലാസ് എന്തിനായിട്ട് അത് അങ്ങനെ കണ്ടിന്യൂ ആവട്ടെ ഇൻഷാ അല്ലാഹ്. ഞാനുണ്ട് നിങ്ങളിതിൽ നബിയുടെ അന്തിമ നിമിഷം. ഇപ്പോൾ മിലാദ് നബിയെല്ലാം ആചരണാക്കറ് തിങ്കളല്ലേ റബിയുൽ അവ്വൽ. ആ ടൈമിൽ ഞങ്ങൾ അതിൽ വിഷയത്തിൽ കുറേ നസീഹത്ത് കുറേ സീറത്ത് നബിയുടെ ഇതെല്ലാം പഠിക്കുന്നത് നല്ലത്. എല്ലാ മനുഷ്യന്മാർക്കും മരണമുണ്ട്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. സൗണ്ട് കേൾക്കുറല്ലേ ക്ലിയർ? അപ്പോൾ എല്ലാ മനുഷ്യന്മാർക്കും മരണമുണ്ട്. മരണമില്ലാത്ത ഒരാളും ഇല്ല. മനുഷ്യന്മാർക്കും പ്രാണികൾക്കും മൃഗത്തും എല്ലാത്തും മരണമുണ്ട്. കുറേ ആൾ വേഗം മരിച്ചു പോണ്ടാറ്, പിന്നെ കുറേ ആൾ പിന്നെ മരിക്കലുണ്ട്. അത്രയും മുന്നോൾ പിന്നലിട്ട് അല്ലാണ്ട് വേറെ എന്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ സന്ദേശ നബി മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും നബിയുടെ സന്ദേശ ഖിയാമത്ത് നാളത്തോളം ഈ ദുനിയാവിൽ ബാക്കിയാവും. ഈ ദുനിയാവ് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ കാരുണ്യായിട്ട് കടത്തിയത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അള്ളാഹുവിൻ്റെ നബിരോ അള്ളാഹു കാരുണ്യായിട്ടല്ലാണ്ട് ഭൂമി കടത്തിയിട്ടില്ലാണ്ട് അള്ളാഹു ചെല്ല. അപ്പം ഖിയാമത്ത് നാളത്തോളുള്ള എല്ലാ മനുഷ്യന്മാരും സന്മാർഗത്തിൽ ഹിദായത്തിൻ്റെ മാർഗത്തിൽ ജീവിക്കുക വേണമായിട്ട് ഞങ്ങൾ സ്വീകരിക്കേണ്ടത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ സന്ദേശത്തേക്ക് നബി ഞങ്ങൾ വഴിപാടി കൊടുത്തോ തന്ന സന്ദേശ ദുനിയാവിലും ഹയാത്തിലുണ്ട്. ഒന്നും മായായി പോയിട്ടില്ല. നബിയുടെ ജനന എപ്പായിട്ടിന്ത് കൃത്തശക 571 ആനക്കാലം ചെല്ലാറ്. ആ കാലത്ത് ചെന്നെങ്കിൽ ആനയും അബ്രാഹത്ത് സൈന്യവും വന്നിട്ട് കാബര ഒടിക്കവും വന്നതായ ഒരു ടീമിന് തങ്ങളെ ആ ടൈമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ നിർമൂലനാക്കി വിട്ട. പിന്നെ അതിന് പിന്നെ കാലത്തെ കണക്കാക്കുമ്പോൾ ആനക്കാലത്ത് മുന്നോട്ട് ആനക്കാലത്ത് പിന്നാണ്ടായിട്ട് അറബിരംഗം ചെന്നുകൊണ്ടിരുന്നു മക്കത്തിൽ നിന്ന്. അപ്പോൾ ആ കാലത്തിൽ അബ്ദുല്ല റഹീം ആമിനൊരു മോണായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാഷിം ഗോത്രത്തിൽ ജനിച്ചത്. കുറേ ടൈമു സുവൈബ, പിന്നെ കുറേ ടൈമു ഹലീമ നബിക്ക് മലപ്പാൽ കൊടുത്തു. ചെറിയ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആട് മേയിച്ചുകൊണ്ടും പിന്നെ യുവക്കായപ്പോൾ യൗവനത്തിൽ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടത്തിൽ ഏർപ്പെട്ടത്. 25-ാമത്തെ വയസ്സിൽ ഖുറൈശിലെ പ്രമുഖിയായിട്ടിരുന്നോ ഖദീജ റളിയല്ലാഹു അൻഹരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹരെ 40-ാമത്തെ വയസ്സിൽ മങ്ങിലായത്. വയസ്സ് നബിക്ക് കുറോടിയും ഖദീജ റളിയല്ലാഹു അൻഹക്ക് യാറമേറ്റി. വഹി വന്ന ടൈമിൽ നബിക്ക് എല്ലാ രീതിയിലും ആശ്വാസനവും സമാധാനവും ചെന്നു കൊടുത്തത് മഹാനായ ഖദീജ റളിയല്ലാഹു അൻഹ. പേടിച്ചിട്ട് ഹിറാഗുവിൽ നിന്ന് വന്നിരല്ലേ. ആ ടൈമിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാന്ത്വന ചെന്നത്, നിങ്ങൾ അല്ലാഹു കൈവിടല ചെന്നിട്ട് സമാധാനപ്പെടുത്തിയത് ഖദീജ. അതിൽ ആ ഖദീജ റളിയല്ലാഹു അൻഹരെ ആ ഒരു മോഡലിൽ ഞങ്ങളെല്ലാ പെണ്ണിങ്ങൾക്കും മോഡലുണ്ട്. എങ്ങനെ പെഞ്ഞായിമാർ മാപ്പിളമാരിട്ട് ട്രീറ്റ് ആക്കണോ, എങ്ങനെ എത്തിക്കണോ ഇക്കേണ്ടത്, എങ്ങനെ ഇക്കണോ പെഞ്ഞായിമാർ മാപ്പിള പേടിച്ച് വരുമ്പോൾ എന്തെങ്കിലും കങ്കാലായിട്ട് വരുമ്പോൾ ടെൻഷനാക്കി വരുമ്പോൾ മാപ്പിളമാർക്ക് പെഞ്ഞായിമാർ സമാധാന ചെല്ലും. ഉള്ള അർസത്ത് അല്ലെങ്കിൽ ടെൻഷൻ യാറാക്കി കൊടുക്കറല്ല, എന്തിനായി പോയിട്ട് അങ്ങനെ ഇങ്ങനെ ബേജാറാക്കറല്ല. അതിൽ സാന്ത്വന ചെല്ലും. അതിൽ ഖദീജ റളിയല്ലാഹു അൻഹ വിഷയത്തിനൊക്കെ മാതിരിയുണ്ട്. സത്യസന്ധത്തെ പിന്നെ ഉത്കൃഷ്ട സ്വഭാവത്താളായിട്ട് നബി. ആ നബിയുടെ ഇത്ര നല്ല സ്വഭാവം കൊണ്ടുത്തു അങ്ങ് മക്കത്തെ മുശ്രിക്കീങ്ങ കൂടെ നബിക്ക് നുബുവത്ത് കിട്ടുക മുന്നോലും അൽ അമീൻ വിളിച്ചോണെന്ന വിശ്വസ്താൻ. അപ്പം അത്രയും അങ്ങ് സ്വീകൃതനായ ഒരു നേതാവ്.
ഒരാളായിട്ട് ഇന്ന് വിശ്വാസം ഞങ്ങളെ നടുവിൽ എന്തെങ്കിലും ഭിന്നാഭിപ്രായ ಬಂತು എന്തെങ്കിലും സമസ്യ ಬಂತು ആ ടൈമിൽ അതായത് ഞങ്ങളുടെ നടുവിൽ അസ്ജറുൽ അസ്വദിലോ കാബര ഏത് മൂലയിൽ വയ്ക്കണം ചെല്ല വിഷയത്തിൽ ഭിന്നാഭിപ്രായം ഉണ്ടായിട്ട് അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ന ഒരു സൂത്രം ഉണ്ടല്ലോ ഒരു വിഷയ അതിലങ്ങ് നല്ല പോലെ സ്വീകരിച്ചാൽ ഞങ്ങളുടെ നടുവിൽ യുദ്ധത്തിനും കൂടെ ചെറിയ ചെറിയ വിഷയത്തിൽ എത്തിയതുണ്ട് സില്ലി മാറ്റർ യുദ്ധാക്കിയതാണ് കൂടെ അതുപോലെ എത്തും ഇന്ത് എന്നങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ന സൂത്രത്വം അങ്ങ് സ്വീകരിച്ചിട്ടാകുമ്പോഴത്തേക്ക് അങ്ങനെ നടുവുള്ള എല്ലാ പ്രശ്നവും സമസ്യയും ദൂരമായിട്ട് അപ്പം അത്രയും നബിയെ പിരിസവെച്ചോണെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ നല്ല നമ്പിക്ക വെച്ചോണെന്ന ആളെ മാറിയിട്ട് മക്കത്ത് മുശ്രിക്കീങ്ങ മക്കത്തിൽ ചുമ്മ അനൈത്തിക്കത്തെല്ലാം മുങ്ങിരിത്ത് ಬೆಡಕು ತರಲಿಂತ ಚೊಮ್ಮೆ ಅದು ಏದಲು ನಬಿ ನುಬ್ಬುವತ್ತಿಗೆ ಇಟ್ಟೋಡ್ತೋಳು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಒಕ್ಕಲು ಅದಕ್ಕೆ ಸೇರಿ ಆಳಲ್ಲ എല്ലാത്തിൽ നിന്നും അള്ളാഹു സംരക്ഷിച്ചുകൊണ്ടേ വന്നറ നബി ഒരു ബെടക്ക് തരത്തുകും ഒരു വിഗ്രഹത്ത് പൂജാക്രതുകും അല്ലെങ്കിൽ അവിടെ കല്ലിൽ മുങ്ങി തിന്നാറ് പെണ്ണിൽ മുങ്ങി തിന്നാറ് ഏതു നബി ഏർപ്പെട്ടിട്ടില്ല നബി നിർമ്മലമായിട്ടിತ್ತು 40ാമത്തെ വയസ്സിൽ നബിക്ക് നുബുവത്ത് കിട്ടിയത് 13 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തിലും പിന്നെ 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തിലും ജീവിച്ചിട്ട് ബോധനാക്കിത്ത് ദഅവാക്കിത്താല മാർഗ് ദീൻ്റെ വിഷയത്തിൽ ഷിർക്കിൽ മുങ്ങിയതായി ബിദഅത്തിൽ മുങ്ങിയതായി ഹറാമിൽ മുങ്ങിയതായി ആളന്മാർക്ക് ദീൻ്റെ സന്ദേശം കൊടുത്തു അങ്ങനെ ദീനിಗೆ വിളിച്ചിട്ട് എത്രമാളന്മാർ മക്കത്ത് നിൽക്കുമ്പോൾ ബിലാലിൻ്റെ പോലത്തോ ഖബ്ബാബ് ബിൻ അറത്തിനെ പോലത്തോ അബൂബക്കർ സിദ്ദീഖിനെ പോലത്തോ അലി റളിയല്ലാഹുവിനെ പോലത്തോ ഖദീജ റളിയല്ലാഹു പോലത്തോ എല്ലാം ഇസ്ലാം സ്വീകരിച്ചാണ് സ്റ്റാർട്ടിങ് ഘട്ടത്തിൽ പെണ്ണുങ്ങളിൽ ഫസ്റ്റ് സ്വീകരിച്ച ആളായിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ ആണുങ്ങളിൽ സ്വീകരിച്ച ആളായിട്ട് അബൂബക്കർ സിദ്ദീഖ് പിന്നെ മക്കളിൽ സ്വീകരിച്ച ആൾ അലി റളിയല്ലാഹു അൻഹു അങ്ങനെ ദീനിಗೆ വിളിച്ചോടി അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ്റെ വിഷയം ചെല്ലത് ശരിയായി നടന്നുകൊണ്ടിരുന്നു ശരിയായിട്ട് പൂർത്തിയായിട്ട് പരിപൂർണമായി ദീൻ്റെ വിഷയ ചെല്ലത് പിന്നെ നബി ഏനി നബിയുടെ ദുനിയാവരെ ಅಂತ್ಯ ನಿಮಿಷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരോ പ്രവൃത്തിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏനി ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകും ടൈമായിരു ചില സൂചന സഹാബിമാർ കിട്ടിയോടിന്ത് എല്ലാ വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 നാൾ റമദാനിൽ ഇത്തികാഫ് അവധിച്ചോണിന്ത് അവസാനത്തെ റമദാനിൽ നബി മരണപ്പെട്ടു പോയ റമദാനുണ്ടല്ലേ ആ റമദാനിൽ നബി 20 നാൾ ഇത്തികാഫ് അവധിച്ചിരുന്നു ಅದರ ಸೂಚನೆ ಎಂದರು ಬಂಡ ವರ್ಷ ನಬಿ ಇಕ್ಕಲಾಂಟ್ സ്വഹാബി മട്ടുകു മുന്നലത്തെ വർഷം ನಾನು നിങ്ങളൊട്ടു ഇക്കല ചെന്ത് നബി ಅಂಕ್ ವಿಷಯತ್ತು ಸೂಚನೆ ಕೊಡ್ತೋಳಿಂತು ಅಂಗಲ್ಲಿಂತ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ನಿಂತು നിങ്ങൾ ഹജ്ജിൻ്റെ കർമ്മത്തെ സ്വീകരിക്കൂ ഹജ്ജാക്കുമ്പോൾ നബി ആക്കി ഒരേ ഹജ്ജല്ലേ ഹജ്ജത്തുൽ വദാ ആ ഹജ്ജിൽ ഹജ്ജാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നബി ചെന്ന് സ്വഹാബാക്കന്മാരട്ടു ഖുദൂ അന്നീ മനാസിക്കക്കും നിങ്ങൾ നൻ്റെ കടലിൽ നിന്ന് ഹജ്ജിൻ്റെ കർമ്മത്തെ സ്വീകരിക്കൂ ഒരു വേള പണ്ട വർഷം ഞാൻ നിങ്ങളൊട്ട് ഇക്ക എൻ്റെ ഖബറിലെ മുട്ടത്തിൽ നിങ്ങൾ ഹാതു പോവാറ് അല്ലെങ്കിൽ ക്രോസ് ആവാറ് അങ്ങനെ ഓരോരു സൂചന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് കൊടുത്തോണിತ್ತು ഹിജ്റ 11ാമത്തെ വർഷ സഫർ തിങ്കളിലെ 6 പ്രാരംഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദുക്ക് പോയിട്ട് യാത്ര പോണ്ടങ്ങളെ പോലെ ഒരാൾ യാത്ര പോകുമ്പോൾ എങ്ങനെ മുണ്ടു ഇപ്പം നിങ്ങൾക്കെല്ലാം നെനപ്പുണ്ട് നിങ്ങൾക്കെല്ലാം എക്സ്പീരിയൻസ് ഉണ്ട് ചെന്നെങ്കിൽ നിങ്ങളെല്ലാം ഗൾഫിലുള്ള നിങ്ങൾ റായത്തുക്ക് വന്നിട്ട് റായത്തിൽ നിന്ന് റിട്ടേൺ സൗദിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഗൾഫിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് യാത്ര ചെല്ലതായ അനുഭവം ചെമ്മ എക്സ്പീരിയൻസ് ഉണ്ട് എത്ര ദുഃഖ എത്ര ബേജാറ് മക്കളൊട്ടുക്കും പെഞ്ഞായിരൊട്ടുക്കും ഉമ്മരൊട്ടുക്കും അമ്പരൊട്ടും അങ്ങനെ ഒരു യാത്ര പോണ്ടവണു എങ്ങനെ അയക്കറ അതുപോലെ ശുഹദാക്കന്മാർക്ക് വക്കീൽ വൈത്ത് അങ്ങ് മനെ ദ്വാർന്നെത്തി പിന്നെ സ്വാമിമാരെ ഉദ്ദേശിച്ച് നടത്തിയതായ ഭാഷണത്തിൽ നിങ്ങളെക്കാൾ മുന്നിലേ ഞാൻ പോണ്ടവണായിട്ടിക്കരേ
ഹൗദുൽ കൗസർ ನಾನು ಕಂಡೋಂಟುಳ್ಳೆ ചെന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് ചെന്ത് നന്റെ പിന്നെ ഇഹലോകത്തിൽ ദുനിയാവുരെ സൗകര്യത്തിൽ മിതിമീറിയിട്ട് അതിരെ പിർസ വയ്ക്കുന്നതിൽ അല്ലെങ്കിൽ ദുനിയാവുരെ കളിക്കുന്നതിൽ ദുനിയാവുരെ സ്വീകരിക്കുന്നതിൽ നിങ്ങൾ സ്പർദ്ധയാക്കുവാറ് അതിരെ വിഷയം ഞാൻ പേടിக்கிறேன் നിങ്ങളെ ചെന്ത് നബി സന്ദർഭത്തിൽ ചെന്ത് അല്ലേ മനുഷ്യന്മാർ ദുനിയാവുരെ കളി ആ നബി അണ്ട് മരിക്കുന്ന ടൈമിൽ ചെന്ന ഉപദേശം ശരിയല്ലേ ഇന്ന് ദുനിയാവുക്ക് വേണേ താളന്മാർ സ്പർദ്ധ പൈപ്പോട്ടി കോമ്പറ്റീഷൻ ಅವನು ರಗಗೆಟ್ಟಿ ಅದರ ಕಾಲು ಬೆಲೆ ಆಗ ನಾನು ಕೆಟ್ಟೋ ಅವನು ಓರು ಗಾಡಿ ಎಡ್ತಂಗಿಲ್ಲ ಅದರ ಕಾಡು ಬೆಲೆ ಗಾಡಿ ನಾನು ಹಿಡ್ಕೊನು ಅವನೊರು ಬಿಲ್ಡಿಂಗ್ ಎಟ್ಟಿ ಅದರ ಕಾಲು ಬೆಲೆ ಬಿಲ್ಡಿಂಗ್ ನಾನು ಕೆಟ್ಟೋನು ഇങ്ങനെ സ്പർദ്ധ ദുനിയാവിൽ നടന്നുകൊണ്ടുണ്ട് കോമ്പറ്റീഷൻ നടന്നുകൊണ്ട് ദുനിയാവ് ഉണ്ടു ഈ ദുനിയാവിൽ ആരും ശാശ്വതമായി ജീവിച്ചിട്ടില്ല വയനാട് നോക്കി മെയിനാണ് ജാവുക റഹാത്ത് പോലെ കിടന്നങ്ങ് സ്വബൈക്ക് ഹയാത്തിലില്ല ആ മേലത്തെ ഗുഡ് പൂന്നിട്ട് ഗുഡയിലുള്ള കല്ലും മണ്ണും തണ്ണിയും ഒട്ടുക വന്നിട്ട് എല്ലാ അകയും സർവനാശയില്ലേ എന്തിനെന്തെല്ല കിനാവ് വെച്ചിരുന്നാറങ്ങ എന്തിനെന്തെല്ല മനസ്സിൽ നല്ല നല്ല വിചാരിച്ചിരുന്ന നാൾ അങ്ങനെ ആക്കണം ഇതാക്കണം മറ്റേതാക്കണം മറിച്ചതാക്കണം ചെന്ന് പ്ലാൻ ആക്കണം ഇന്നങ്ങല്ലേങ്ങ ഏതെങ്കിലും പ്ലാൻ സക്സസ് ആയിത്താ ಅದೈತಿಗೆ ದುನಿಯಾವರ ಜೀವಿತ ಎಂದೂ ಶಾಶ್ವತ ದುನಿಯಾವು ಚೆಂತ ಮನುಷ್ಯನ್ಮಾರು ಯಾರ ಆಸಕ್ತಿ ಕಾಟೋತೀರ ಪರಲೋಕ ಜೀವಿತಕ್ಕೆ ಬೇಡದಾಯ ಪ್ರಿಪರೇಷನ್ ಸಿದ್ಧತೆ ಎಂದಿರುಂಡು ಅದಕ್ಕೆ ಬೇಡದಾಯ ಎಲ್ಲ ರೆಡಿಯಾಗಿ ನಾನು ತಯಾರಾಗಿ ಮಾಡ್ತೇನೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാവുകു പാതി ജാവുക എണിച്ചിട്ട് ബക്കീൽ കർക്കത് പോയിട്ട് മദീനത്തുള്ള ഖബർസ്ഥാനത്ത് അവിടെ ദഫനാക്കി എനിക്ക് സലാം ചെന്ന് പിന്നെ എനിക്ക് ഇത് ഇസ്തിഗ്ഫാർ കേട്ടത് സീക്രട്ട് തുടക്കം ഹിജ്റ പോനൊന്നു സഫർ 20 പ്രായത്തിൽ കഴിഞ്ഞ തിങ്കളാക്കിയാറല്ലേ ഒടുക്കത്തെ പൊതനാസാണ് സഫർ അവസാനത്തെ പൊതനാസ് ഒടുക്കത്തെ പൊതനാസാണ് എല്ലാം നല്ലതല്ല നഹസ് ബെടക്ക് ചെന്നിട്ട് തീരുമാനാക്കരം കൊള്ളാറല്ലേ അതിലേ ടെൻഷൻ ആക്കിയൊന്നും കൊള്ളാമല്ലേ നല്ല നാളല്ല ബെടക്ക് നാൾ എന്തും ദുനിയാവുക്ക് ഭയങ്കര അനാഹുത്തമുണ്ട് അവഘടമുണ്ട് അതുകൊണ്ടൊത്തു ഇങ്ങനത്തെ ആയത്ത് ഓതോರು ഇത് ദിക്റ് ചൊല്ലോರು ചെന്തല്ല ഈ ഖുർആനും ഹദീസും പരിചയം ഇല്ലാത്ത എന്തെല്ലാം മുസ്ലിയാക്കന്മാർ പഠിപ്പാട്ടാറ് അപ്പോൾ ആ സഫർ തിങ്കൾ 21 ദിക്റ് തിങ്കളാസ് 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബക്കീൽ ഒരു ജനാസരൊട്ടുകു പാർട്ടിസിപ്പേറ്റ് ആക്കിത്ത് ഭാഗവഹിസിത്ത് നബി പെറോ ബറുമ്പത്തുക്ക് നബിക്ക് ജോറ് തലനൊമ്പലയും ജോറ് പനിയും വന്ന് വഫാത്തിലെ അവസാനത്തെ വാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സീക്ക് ജോറൈറ്റ് വേറെ പെഞ്ഞൈമാരെ അനുമതി കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യങ്ങായിട്ടിന്നോ യുവതിയായിട്ടിന്നോ നബിയുടെ പെഞ്ഞായി ആയിഷ റളിയല്ലാഹു അൻഹ ഔത്തുകു പോയിട്ട് അവസാനത്തെ ക്ഷണത്തല്ല കലിയുക ബെനൈറ്റ് ആയിഷ റളിയല്ലാഹു അൻഹ എന്തിനാക്കിത്ത് ആയിഷ റളിയല്ലാഹു അൻഹ മുഅവ്വിദത്തൈൻ ഓദിത്ത് നബിയുടെ കൈ ഊതിത്ത് നബിയുടെ കയ്യിലിടീ സവരിത്ത് ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്നു ബാങ്ക് കൊടുത്തിട്ടായ പിന്നെ കണ്ടിന്യൂ ആക്കടാവും ഇൻഷാ. അപ്പോൾ ഞങ്ങൾ ചെന്നോണ്ട് വന്ന വിഷയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ രോഗത്തെ സമയത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ നബിക്ക് മുഅവ്വിദത്തൈൻ ഓദിത്ത് നബിയുടെ കൈ ഊതിത്ത് സവരിത്ത് 5 നാൾ മുന്നുള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു 5 നാൾ മുന്നുള്ളൂ അതൊരു പൊതനാസായിട്ട് അണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുമ്മ സീക്ക് ജോറായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധരഹിതനായിട്ട് പോയിട്ട് ഖബർ തപ്പിട്ട് പോയിട്ട് ഖബർ വന്നപ്പ എച്ചര വന്നപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് നിങ്ങൾ 7 പാത്ര എട തണ്ണി കൊമ്പോളൂ എൻ്റെ മേലേക്ക് വയസ്സ് ബീത്തോളൂ ചെന്നിട്ട് അങ്ങനെ ബീത്തിട്ടാകുമ്പോൾ നബിത്തിൽ ആശ്വാസനം ഉണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പർക്ക് പത്തിത്ത് സ്വഹാബിമാരൊട്ടുകൂ ഉപദേശാക്കിത്ത് ഇതാ എന്തൊരു ഉപദേശ അവസാന ഘട്ടത്തിൽ ഞങ്ങളെ റായത്തിൽ ആക്കിയോണ്ടുള്ള ഈ കാര്യത്തും ഉപദേശം
ಎಂದರು ಕಬುರ ವೈತಿ ಕೆಟ್ಟರು. ലാനത്തുല്ലാ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഹി മസാജിദ. യഹൂദി നസ്രാനങ്ങളെ മേലെ ലാനത്തുണ്ട് അല്ലാഹുരത്. എന്തുകെ അങ്ങങ്ങൾ അമ്പിയാക്കന്മാരെ നബിമാരെ ഖബറോ ആരാധനാലയാക്കിറാറ്. അത് കൈത്ത് ഇന്നത്തെ കാലത്ത് കാണില്ലേ, കുഞ്ഞാണ്ട് കുറത്തങ്ങ മരിച്ചപ്പ എന്തിനാക്കിയാറ് ഖബറോ ഓരോ ഫസ്റ്റ് രണ്ട് തെല്ല് മോഡിഫൈ ಬಂತು, പിറ്റേണ്ട് പിന്നെ കുറേ മോഡിഫൈ ಬಂತು, അണ്ടമേ സൊബൈരെ ഉച്ചാമത്ത് മോഡിഫൈ, അസ് ജാവത് പിന്നെ മോഡിഫൈ, പിറ്റേണ്ട് പിന്നെ മോഡിഫൈ, പിന്നെ ഗ്രില്ല് സൈഡ്, പിന്നെ അവിടെ പൈസ ഇടകു ഡಬ್ಬി വെച്ചിട്ടില്ല അതിര മുന്നലമേ സൈഡ് പൈസ ഇട്ടത് പോയാൽ. അള്ളാഹുര നബി ലാനത്തിട്ട വിഭാഗ ഖബറിനെ വൈത്തി കെട്ടത് ചെന്നെങ്കിൽ അത് ഞങ്ങളെ സമുദായത്തിൽ മനുഷ്യന്മാർ ആക്കിക്കൊണ്ടേ ഉള്ളാർ. ഒരു ചങ്കിയുമില്ല, ഒരു ആദർശവുമില്ല. അള്ളാഹു നബി മരിക്കുക പോകേണ്ട അവസാന ഘട്ടത്തിൽ ചെല്ലോ യഹൂദി നസ്രാന്റെ മേൽ അള്ളാഹുരെ ലാനത്തുണ്ടാവട്ടു, അങ്ങനെ നബിമാരെ ഖബറ് ആരാധനാലയ മസ്ജിദാക്കിറാറ്. നന്റെ ഖബർ ಹಿಂಗೆ ആക്കണ്ട ചെന്ത് കഠിനമായ ഉപദേശാക്കിತ್ತು. പിന്നെ ചെന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ ആർക്കെങ്കിലും അനീതിയാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനിത് ഉള്ള ഹയാത്തിൽ എൻ്റെ ഒട്ട് തീർക്കോ നിങ്ങളെ പ്രതികാര. സുബ്ഹാനല്ലാഹ്. നബി ആർക്കും അന്യായാക്കിയ ആളാണ്. നബി എല്ലാവർക്കും ന്യായ കാട്ടിയ ന്യായത്തെ പഠിപ്പാട്ടിയ ആൾ. എന്നിട്ടും മരിച്ചു പോകുമ്പോൾ നിങ്ങൾ നാളെ പരലോകത്തേക്ക് വെയ്ക്കണ്ടതിരോ, നിങ്ങൾ പരലോകത്തേക്ക് വെയ്ക്കണ്ട ഉടമേ പ്രതികാര തീർക്കും. ഞാൻ ആർക്കെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെൻ്റെ മൊതുണ്ടുതാ എൻ്റെ മൊതുക അടിക്കുറു. നിങ്ങൾ ഞാൻ ആരെങ്കിലും അഭിമാനത്തിന് ഭംഗം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതന്നെ എൻ്റെ അഭിമാനം എടുക്കുറു. നിങ്ങൾ പറഞ്ഞു ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാസൂമായ നബി സമുദായത്തിൽ ചെല്ലോ മരിക്കുന്ന ടൈമിൽ മോമിനിങ്ങളെ ലോഹർ നിസ്കാരത്തെ പിന്നെ പാടെ ಬಂದು ഇതെല്ലാം ಇನ್ನೋರ್ക്ക് ഉപദേശാക്കിತ್ತು, പാടെ ഉപദേശാക്കി. പിന്നെ നബിക്ക് ഒരു 3 ദിർഹം കടയിന്ത് അതിലെ തീർക്കുള്ളതായ വ്യവസ്ഥ ആക്കിತ್ತು. അൻസാരിങ്ങളൊട്ട് നിങ്ങൾ നല്ല രീതിയിൽ വർത്തനാക്കൊണ്ട് ചെന്ന് ഉപദേശാക്കിತ್ತು. അള്ളാഹുരെ അടിയുമായിട്ടുള്ള നാണ് അള്ളാഹുരെ കടൽ എന്തുണ്ടോ ആ പരലോകത്തുള്ള നിയമത്തെ അതിനെ ഞാൻ ചൂസാക്കിനെ, ദുനിയാവ് ഞാൻ ചൂസാക്കിയിട്ടില്ല. എൻ്റെ അർത്ഥം പരലോകത്തിലുള്ള അതിരെ അള്ളാഹുരെ അടിമക്ക് 2 ചോയ്സ് ഉണ്ട്, ദുനിയാവും ആഖിറത്തും. ആഖിറത്തിലുള്ള അള്ളാഹുരെ മുട്ടുള്ളത് ഞാൻ സ്വീകരിച്ചിരേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ല ഞങ്ങൾ നോക്കറു ഞങ്ങൾ എന്തിനു സ്വീകരിക്കറ മരിക്കറേ ചൊല്ലും പേടിയില്ല മനുഷ്യന്മാർക്ക്, മരണത്തെ പേടി എല്ലാവർക്കും ഉണ്ട്. എന്നും മരിച്ചെങ്കിലും ഞാൻ മരണപ്പെട്ടു പോയെങ്കിലും അള്ളാഹുരെ മുട്ട ഞങ്ങൾക്ക് സ്വർഗത്ത് കിട്ടും, ഞങ്ങൾക്ക് സ്വർഗ്ഗം കിട്ടും ഞാൻ ഗ്യാരണ്ടി ആർക്കും ഉണ്ടാ, ആർക്കെങ്കിലും ഗ്യാരണ്ടി ചെലവ് സാധ്യമുണ്ടാ. മരണപ്പെട്ടു പോയെങ്കിൽ ഈ നിമിഷം മരണപ്പെട്ടു പോയെങ്കിൽ സ്വർഗത്ത് പോവാ. ഞാൻ പരിപൂർണമായിട്ട് എൻ്റെ കച്ചവടത്തിൽ ക്ലീനുള്ളേ, എൻ്റെ ബിസിനസ്സിൽ ക്ലീനുള്ളേ, എൻ്റെ സ്വത്തിൽ ഞാൻ ക്ലീനുള്ളേ, എൻ്റെ പെഞ്ഞായി മക്കളിട്ട് ഞാൻ ശരിയായിട്ടുള്ളേ, എൻ്റെ ഉമ്മമാരിട്ട് ഞാൻ ശരിയുള്ളേ, എൻ്റെ രായത്തങ്ങളിട്ട് ഞാൻ ശരിയുള്ളേ, എന്തു നട്ട് കുറത്തുമേ ഇല്ല ചെന്നിട്ട് ആർക്കും ഗ്യാരണ്ടി ചെല്ലോ സാധ്യമുണ്ടാകും. എല്ലാവരും ആറ് പടി വന്നു ആയെങ്കിലും വരാത്ത പോലെ ബഡ്ഡിയുടെ പൈസ എടുക്കാണ്ട് വഞ്ചനാക്കാണ്ട് ദ്രോഹാക്കാണ്ട് ആരതും ഒരു പൈസ കബൽച്ചിട്ടെടുക്കാണ്ട് നല്ല നിർമ്മലമായ മനസ്സോടുകൂടി ജീവിക്കൊണ്ടാണ്. അതേറ്റിക്കറി അള്ളാഹുക്ക് ഇഷ്ടമാണ്. ആ അള്ളാഹുക്ക് ഇഷ്ടമുള്ളത് ഞങ്ങാക്കണം. അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിനു ഇസ്ലാമുകാക്കിയ സേവ പിന്നെ സഹിച്ചതായ കഷ്ടത്തെ കാരണം കൊണ്ടെത്തു. ആ അബൂബക്കർ അള്ളാഹുവിനിട്ട് ഉള്ളതായ പിർസത്തെ വിഷയ നബി അവസാന ഘട്ടത്തിൽ പരാമർശിച്ചത്. നബി ചെന്തേ ആദർശ ബന്ധയിട്ടിക്കറി ഏറ്റവും മുഖ്യമായ ബന്ധം. ആദർശം ഉണ്ടാ അവൻ്റെ ഒട്ട് ഫ്രണ്ട്ഷിപ്പ് ആക്കും. ആദർശം ഇല്ലേ, ദീനില്ലേ, നിസ്കാറില്ലേ, നോമ്പില്ലേ, തൗഹീദില്ലേ, എല്ലാത്തിനായിട്ട് മുഖ്യ അവൻ്റെ ഒട്ട് ആപ്തമിത്രത്തെ സ്വീകരിക്കേണ്ട. നിങ്ങൾ വിശ്വാസം ഓർക്ക് ചെന്നല്ലേ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആക്കുമ്പോൾ നോക്കോറു, നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആക്കുമ്പോൾ നോക്കോറു എന്തൊരു ಬಂತುಂಡ ಎಂಗಂತವನು ಅವನ ದೀನ್ ನೋಕೋರು. ನೋಕಿಲ್ಲಂಗಲೇ
നിങ്ങൾ അങ്ങനെ കടക്ക് അങ്ങ് ദീനില്ലാത്ത ഹറാമിലും വിദത്തിലും ഷിർക്കിലും മുങ്ങിത്തുള്ള ആളെ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആപ്തമിത്രാക്കി അവിടേക്ക് ഞങ്ങൾ പോകണ്ടോ ഞങ്ങൾ തപ്പത്ത് കൊണ്ട് കൊറടിയിട്ട് അത് നോക്കറു ചെന്നിരും പിന്നെ നാല് മുന്നോലു ബേലാസരണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സീക്ക് പിന്നെയും കഠിനമായിട്ട് നബി സാഹിബ് ചെന്ന് ഖുർആനും ഹദീസും നിങ്ങൾ പികിയായിട്ട് പിടിക്കൂ ഖുർആൻ്റെ സുന്നത്തിന് നിങ്ങൾ ഗട്ടി പിടിക്കറു ഖുർആനും സുന്നത്തും വിട്ടത് പോയെങ്കിൽ ഞങ്ങളവസ്ഥ പരലോകത്തിൽ ശിക്ഷ അല്ലാണ്ട് ഞങ്ങൾക്ക് സ്വർഗം കിട്ടല ഖുർആനും ഹദീസിൽ ഇല്ലാത്ത ആചരണ ഈ മിലാദുൻ നബി ആചരണ ഖുർആനിൽ ഇല്ല ഹദീസിലില്ല അത് പ്രമാണമേ ഇല്ല സഹാബാക്കന്മാരാക്കിയതാരാ നബിയുടെ സഹാബാക്കന്മാർ നബി വഫാത്തായ പിന്നെ അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും അജ്മഈൻ 31 അല്ലെങ്കിൽ 30 ವರ್ಷ ജീവിച്ചിരാർ ഖിലാഫത്ത് നടത്തിരാർ ഓർക്ക് റബിയുൽ അവൽ ഒരു ಎಷ್ಟು ഈത്തപ്പഴ കൊടുത്തിരാರ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മരണത്തിന് മുട്ടായ ഒട്ടിക്കുമ്പോൾ ഊടെ ബിരിയാണി ഊടെ ഗീ റൈസ് ഊടെ DJ ഇട്ടിട്ട് ഊടെ ഡാൻസും അതും ഇതുമായിട്ട് നടന്നുകൊണ്ടുള്ളത് നബിയുടെ വഫാത്തിര നാല് എങ്ങനെ ഒരു മൂമിനായ മനസ്സ് കൊസിപ്പെടക്ക് സാധ്യ റബിയുൽ അവൽ 12 മരണപ്പെട്ട ചിലർക്ക് ഡൗട്ടുണ്ടാ പണ്ഡിതന്മാരെല്ലാം ഉമ്മത്ത അഭിപ്രായത്തിലില്ലേ ജനിച്ചത് 12 ചില വിഷയത്തിൽ ചൊമ്മ അഭിപ്രായത്തിൽ ഒരു അഭിപ്രായം മാത്രമല്ലേ 12 മോമിനിങ്ങ കൊസിപ്പെടക്ക് സാധ്യമില്ല നബി സീക്കിലിക്കുമ്പോൾ ആ ടൈമിലൂടെ ആ സന്ദർഭം അതേ നാല് ഊടെ ഇങ്ങ കൊസിപ്പെട്ടോണ്ട് ആഘോഷാക്കിയോണ്ടു ಆಚರಣೆ ಹಾಕಿಕೊಂಡು ಉಳ್ಳಾರು ಎಗಂತವರು ವಿರೋಧಾಭಾಸ ಅಂತ ನನಗೆ ಅರ್ಥ ಅವರು ಇಶಾ ನಿಸ್ಕಾರ್ತಿ ಟೈಮುಲು ನಬಿರ ಸೀಕ್ ಪಿನ್ನೆ ಯಾರಾಯ್ತು ಪಳ್ಳಿಗೆ ಹೋಗು ಸಾಧ್ಯವಾದ ಕಾರಣ ಅಬೂಬಕರ್ ಸಿದ್ದಿಕ್ ಅಲ್ಲಾಹನ್ನು നബി സല്ലല്ലാഹു അലൈഹി വസല്ലമര ആദേശത്തെ പ്രಕಾರ അവിടെ മോമിനിങ്ങക്ക് പള്ളിയിൽ ഇമാമുക്ക് നേതൃത്വം വഹിച്ചിട്ട് വഫാത്ത് ആവര് 2-4 മുന്നോളു തെല്ല നബിക്ക് ആശ്വാസനം ഉണ്ടായിട്ട് തെല്ല സമാധാനം ഇತ್ತು മനസ്സ് തെല്ലൊരു ആശ്വാസന പോലെ അപ്പം ജണ്ടാലെ സഹായം കൊണ്ടെത്തു ഇങ്ങനെ പിടിച്ചിട്ട് പള്ളിക്ക് പോയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാം നിന്നിട്ടിരുന്നതായ ആ ജാഗലി ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇടത്ത ഭാഗത്ത് ഇണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങക്ക് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തു എന്നെ മരിക്കുന്ന ഒരു നാല് മുന്നോളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒಟ್ಟಿಗಿನ ഒരു അടിമരെ വിമോചനാക്കിತ್ತು കയ്യിലിന്നതായ 7 ദീനാറിന്ത് കയ്യിൽ അതൊരു ദാനാക്കിತ್ತು നോക്കൂ ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം ഉണ്ടല്ലേ അത് പണയത്തിലായിട്ടുള്ളത് മരിക്കുന്ന നാളില് ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ಔತುಲು ಕತ್ತು ಪಾಟಗು തീ കത്ത് പാട്ടകു ദീപ കത്ത് പാട്ടകു എന്നെ കടയെടുത്തു റഹ്മത്തുല്ലിൽ ആലമീനായ ഞങ്ങളെ നേതാവിൻ്റെ അവസ്ഥ നോക്കൂ എന്നിട്ട് ആ നബിയിലൊട്ടുകു സഹായിക്കൂ ഞങ്ങൾക്ക് നിയമത്ത് താ മക്കളെ താ റിസ്ക് താ അത് താ മാഫ് താ ചെന്നിട്ട് അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അല്ലാഹുവിനൊട്ട് ദുആ കുറവുണ്ട് കുലിന്നമാ അദു റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാൻ സൂറത്ത് ജിന്നിൽ ആയത്തിൽ ഞാൻ എൻ്റെ റബ്ബിനെ മാത്രം വിളിച്ച് ദുആരക്കണം നമുക്ക് ശിർക്കാക്കില്ല ചെന്നിട്ടല്ലേ അതേ നബിയിലൊട്ട് കേൾക്കുറോ നബി ചെന്ന ആദർശത്തിന് വിരുദ്ധമായിട്ട് സമുദായത്തിൽ മനുഷ്യന്മാർ എത്ര ഒരു അധപതനത്തിൽ ഉയർത്തിരാറ് ലാസ്റ്റ് 4 തിങ്കളാഴ്ച 2 മുസ്ലിമീങ്ങളെല്ലാം ഫജ്ർ നിസ്കാരം നിസ്കരിച്ചുള്ള മസ്ജിദ് നബവിയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയുടെയും ഔത്രയും ഇടയിലുള്ള സ്ക്രീനിൻ്റെ എടുത്തിട്ട് നബി ആലമാരെ കിടക്ക് നോക്കിത്ത് പുഞ്ചിരിച്ചിത്ത് സഹാബാക്കന്മാർ ചെല്ലാറ് ഞങ്ങൾക്ക് കൊസി അനസ് റളിയല്ലാഹു അൻഹു പുറത്ത് സഹാബാക്കന്മാർ ഞങ്ങൾക്ക് കൊസിയിൽ നബിಗೆ റഹാത്തായിത്ത് സീക്ക് ഷിഫായിത്ത് ചെല്ലതായ ആ ഒരു മനസ്ഥിതി ഞങ്ങൾക്ക് ಬಂತು ഞങ്ങൾ നിസ്കാരമേ ഫിത്നലായി പോവാണ് ഞങ്ങൾ വിചാരിച്ചായിട്ട് അത്രയും നബിയെ പിരിച്ചു അത്ര നബിയെ പിരിച്ചു ഒർക്കലും കൂടെ നബിയെ മീലാദ് നബി ആಚರಣಾಕಿತ್ತಿಲ್ಲ ലൈഫിലു അങ്ങ് ഒർക്കൽ നബിയുടെ മേലിൽ പിരിಸಬೇಕಾತಂಗಮ್ಮ ಲೈಫ್ ಲಾಂಗ್
നബി ചെന്ന് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദി വവലദി വന്നാസി അജ്മഈൻ. നിങ്ങൾ ഒരാൾ മൂമിനല്ലേ എടുത്തോളൂ ചെന്നെങ്കിൽ സ്വന്തം തടിയിലെക്കാളും എൻ്റെ പിരിസബൈക്കറെടുത്തോളും, അബ്ബമരെക്കാളും മക്കളെക്കാളും ദുനിയാവിലുള്ള എല്ലാ മനുഷ്യന്മാരെക്കാളും പിരിസബൈക്കറെടുത്തോളും ആരെ മേല? നബിയുടെ മേല. അവൻ മൂമിനല്ലാണ്. അബൂബക്കർ റളിയല്ലാഹു ചെന്നില്ലേ, നിങ്ങളെ എൻ്റെ തടിയുടെ പുട്ട നിങ്ങൾ ഞാൻ ആരെ പിരിസബൈക്കറേണ്ട? അപ്പം നബി സല്ലല്ലാഹു ചെന്ന് ഇല്ലാമോ അബൂബക്കറേ, ഇത് അബൂബക്കർ അല്ല ഉമർ റളിയല്ലാഹു ചെന്നില്ലേ, എൻ്റെ സ്വന്തം തടിയുടെ പുട്ടെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളെ ആയിട്ട് പ്രസവിക്കൂ. അപ്പം നബി സല്ലല്ലാഹു അബൂബക്കർ റളിയല്ലാഹു എന്തിനു ചെന്നോ? ഇല്ല ഉമറേ, ഇല്ല ഉമറേ, നിങ്ങൾ ഈമാൻ പൂർത്തിയാവുന്നുണ്ടേ നിങ്ങളെ സ്വന്തം തടിയിലെക്കാളും ആരെൻ്റെ പ്രസവിക്കണമുണ്ട്. അപ്പമേ ആലോചന ആക്കില്ല, തിങ്കാക്കില്ല. ആ നിമിഷത്തിൽ ഉമർ റളിയല്ലാഹു ചെന്ന് ഇപ്പം ഈ നിമിഷം തൊട്ടു നബിയെ എൻ്റെ സ്വന്തം തടിയിലെക്കാളും പിരിച്ച നിങ്ങളൊട്ടുണക്ക്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ആനിയ ഉമറെ ഇപ്പം നിങ്ങൾ ഈമാൻ പൂർത്തിയായോ? ആ പിരിച്ചപ്പാട് ഞങ്ങളിട്ടുണ്ടാ? ഊതുരണാങ്കണത്തിൽ ഓർക്കാൻ മുസ്ലിമീങ്ങൾക്ക് സോലുണ്ടായ ടൈമിലു നബീരെ ചുറ്റും 10-12 സ്വഹാബക്കന്മാർ നബീരെ രക്ഷപ്പെടുത്തുകയാറ്. അങ്ങ് പിരിച്ച വെച്ചിരെങ്ങനെ നബീരോ ಬಾಣತ್ತೋ ಮನುಷ್ಯ ಗೋಡೈಟ್ ಮೊದಲೈಟ್ ನಿಂಡಿತ್ತು ಸ್ವಂತ ತಡಿಗೆ ವಹಿಸಿರೋ ನಬಿಗೆ ಅವರು ಮುಳ್ಳು ತರಕರು ಇಷ್ಟಪಟ್ಟತಿಲ್ಲ. ತ್ವಲ್ಹಾ ರದಿಯಲ್ಲಾಹು ಅನ್ಹು അയാളെ മേൽക്ക് വന്ന ബാണ ഉണ്ടല്ലേ, അത് ഒന്നൊന്നും വന്നിട്ട് ഇടി മുള്ളു ഹന്തി ഉണ്ടല്ലേ അതുപോലെ കണ്ടോണ്ടി അത്രയും സ്വീകരിച്ചിരോ. നബിക്കും തട്ടകു തീര വന്നു. അങ്ങനെ ഇത്തിക്ക് നബി വിശ്വസിച്ച് അങ്ങ് മിലാദ് നബി ആചരിക്കാക്കിയറ. നബി വഫാത്തിന് പിന്നില്ല തങ്ങ അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും ത്വൽഹത്തും അബൂ ഉബൈദത്തുൽ ജറാഹും അലി റളിയല്ലാഹു അൻഹും അസ്റത്തുൽ മുബശ്ശിരീങ്ങയും ಇಲ್ಲ ಅಂತಂಗಾರು ಮಿಲಾದ್ ನಬಿ ಹಾಕಿರಾರ. ಇಲ್ಲ ಎಂದುಕೊಂಡತ್ತು ನಬಿ ಗೊತ್ತಿಲ್ಲ, ನಬಿ ಪರಿಚಯ ಪರಿಚಿತ್ತು ಪಡಿಪಾಟಿ ಕೊಡ್ತಿಲ್ಲ, ಅದು ಕೊಟ್ಟತ್ತು. ದುಹಾರೆ ಟೈಮ್ ಆಬತ್ತಿಗೆ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ಫಾತಿಮಾ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ಸ್ಕ್ರೀನ್ ಓಪನ್ ಹಾಕಿದ್ದು ನೋಕಿತ್ತಲ್ಲೇ അപ്പം അങ്കല്ല കൊസ്സിയായിട്ട് നബിക്ക് ഷിഫായിട്ട് ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിക്ക് പോയില്ല. നബിക്ക് പോകാവാത്ത കൊണ്ടു ഔത്തുലേ തെച്ചിട്ട് ദുഹാരെ ടൈം ആകുമ്പോഴത്തേക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ വിളിച്ചിട്ട്, യാ ഫാത്തിമ, ഞാൻ മരണത്തിന് മുട്ടായിട്ടുള്ള നൻ്റെ പിന്നെ നൻ്റെ മുട്ട ഫസ്റ്റ് പണ്ട് നീനായിത്തിക്ക. ഈ വിഷയം കേട്ടാകുമ്പോഴത്തേക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ, അതായത് ഞാൻ മരിക്കുക മുട്ടായോണ്ടുള്ളേ ചെണ്ട ഈ വാർത്ത കേട്ടിട്ടാകുമ്പോഴത്തേക്ക് നബി ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞിട്ട് ഉൾപ്പെട്ടിട്ട് പിന്നെ ചെന്ന് നൻ്റെ പിന്നെ നൻ്റെ മുട്ട ഫസ്റ്റ് പണ്ടാള് നീ ಐತಿಕ್ರ ഫാത്തിമ, നീ ಐತಿಕ್ರೆ സ്വർഗത്തെ നായക്കി ಐತಿಕ್ರೆ നീന് ഗുഡ് ന്യൂസും കൊടുത്തു. ഒരു മെസ്സേജ് കേട്ടപ്പോൾ നബി ഇത് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞ ആള്. പിന്നെ ഒരു മെസ്സേജ് കേട്ടപ്പോൾ ആയിഷ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചിട്ട്. അപ്പം അതുകൊണ്ടിത്തു ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ഘട്ടത്തോ ആ ഒരു ಸಂದರ್ಭത്തെ ಮೆಸೇಜರು ಎಂದ್ರೈತಿಂತು ಅವಸಾನത്തെ ಘಟ್ಟ ಎಂದ್ರೈತಿಂತ ಆ ದುಃಖത്തെ മദീന കരഞ്ഞ നാൾ, മദീനത്തിൽ കരഞ്ഞ നാൾ. അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഫനാക്കിയിട്ട് വന്നതായ സന്ദർഭത്തിൽ അനസ് റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹ കേൾക്കറ്, യാ അനസേ, നിനക്ക് എങ്ങനെ മനസ്സ് വന്ന് ആ നബിയുടെ മേൽക്ക് മണ്ണിടകോ, അവന്തെ കർലിര കൊടിയായിട്ട് നിന്നാറ് ഞങ്ങളോ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ സന്ദർഭത്തെ മെസ്സേജ് ഇതായിത്തിക്കരു മോമിനിങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമനെ വിളിച്ചെന്ത്, ഫാത്തിമ, നബിക്ക് നൊമ്പല സഹിക്കുക ആവില്ലല്ലേ, നബി സല്ലല്ലാഹു അലൈഹി നൊമ്പല സഹിക്കുക ആവില്ല. ഫാത്തിമ, നീന് ബേജാറാക്കണ്ട, ദുഃഖപ്പെടണ്ട. ഇണ്ടര പിന്നെ നിന്റെ അബ്ബക്ക് ഒരു നമ്പലവുമില്ല, ഇன்று പിന്നെ ഒരു ദുഃഖവുമില്ല, ഒരു മുഷ്കിലുമില്ല, ഒരു സങ്കഷ്ടവുമില്ല. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ ഹസൻ ഹുസൈൻ്റെ വിളിച്ചിട്ട് ചുംബന കൊടുത്തിട്ടു അങ്ക് ഉത്തമമായ നല്ലതായ രീതിയിൽ വസിയത്താക്കിത്ത്, പെഞ്ഞൈമാരെ പ്രത്യേകമായിട്ട് വിളിച്ചിട്ട് വസിയത്താക്കിത്ത്. നബിക്ക് നൊമ്പല ಯಾರಾಯ ಓಟು. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിസ്കാരത്തോ ടൈം തപ്പാട്ടണ്ട,
നിസ്കരിക്കൊരു ടൈമുക്ക് നിസ്കരിക്കൊരു. ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നില്ല, അല്ലാഹുവേ ഖുർആൻ ആയത്ത് ഓതി ചെന്നില്ല, ഞങ്ങൾക്ക് പഠിപ്പാടി തന്നിട്ടില്ലേ. നിസ്കാരം ചെല്ലത് ടൈം നിർണയിക്കപ്പെട്ട് കഡ്ഡായ ബാധ്യതയായിട്ട്. അതിൽ തപ്പാണ്. ഞങ്ങൾ എത്ര ആളമാർ നിസ്കാരം തപ്പാട്ടാണ്. സ്വർത്തോടെ പോയി നിസ്കാരമില്ല, മങ്ങിയത്തോടെ പോയി നിസ്കാരമില്ല, ഫംഗ്ഷന് പോയ നിസ്കാരമില്ല, സ്കൂളിൽ പോയ കോളേജ് പോയ നിസ്കാരമില്ല. എന്ത് അങ്ങനത്തെ കോളേജ് ഞങ്ങളെ മക്കൾ ജോയിൻ ആക്കണു? നിസ്കാരത്ത് ബുഡ്ര പോലത്തെ കോളേജിಗೆ ജോയിൻ ആക്കണു. നാളെ അള്ളാഹുരട്ട് ജവാബ് ചെല്ലണ്ടേ, നാനും നിങ്ങൾ ജവാബ് ചെല്ലണ്ടേ. അത് കഴിത്ത് ഞങ്ങ അർത്ഥാക്കണു. നിസ്കാരത്തെ വിഷയത്തിൽ ചൊമ്മ ഖിയാലാക്കണം. നബി മരിക്കുന്ന അവസാന ഘട്ടത്തിൽ ഖബർ തപ്പിയിട്ട് വാപ്പാസ് ഖബർ വരുമ്പോൾ നബി കേൾക്കും, അസല്ലന്നാസ് ആളമാർ നിസ്കരിച്ചാരാ. നിസ്കാരത്തിൽ ഇത്ര ഖിയാലാക്കിയത് ഞങ്ങൾക്കതിൽ ഖിയാലില്ല. മോമിനിങ്ങളെ മരണത്തിന് മുട്ടയിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ മേൽക്ക് ചാരിത്ത് ഒറങ്ങിത്ത് ദച്ചിത്ത്. അവിടെ ആയിഷ റളിയല്ലാഹു അൻഹരെ ബ്രദർ സഹോദര അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിടെ ಬಂತು. അബ്ദുറഹ്മാന്റെ കയ്യിൽ മിസ്വാക്കിಂತು. നബി ಅದರ ಕಡೆಗೆ നോക്കിಕೊಂಡಿಂತು. ಆಯಿಷಾ റളിയല്ലാഹു അൻഹ ಗೊತ್ತೈತಿ, ഇതാ നബിക്ക് മിസ്വാക്ക് വേണു ചെന്നിട്ട് ആ അബ്ദുറഹ്മാന്റെ കയ്യിൽ നിന്ന് മിസ്വാക്ക് എടുത്തിട്ട് ബായിൽ കടിച്ചിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് നബിക്ക് കൊടുത്തു. നബി ചന്തത്തിൽ മിസ്വാക്കാക്കിത്ത്. ഇത്രത്തോളം മിസ്വാക്കാക്കിற കാലം ചന്തത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന ഘട്ടത്തിൽ മരിക്കുക പോയതായ അവസരത്തിൽ നബി ചെന്നുകൊണ്ടിട്ട് ഇന്നലിൽ മൗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗത്തി സക്കറാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗത്തി സക്കറാത്ത്. അല്ലാഹു അല്ലാണ്ട് ആരാധനക്ക് അർഹനായിട്ട് ആരുമില്ല, മരണത്തിന് നൊമ്പലുണ്ടോ ചെന്നിട്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന ഘട്ടത്തിൽ ബായിൽ മന്ത്രിച്ചുകൊണ്ടിട്ട് മുണ്ടിയോണ്ടി ചെന്നുകൊണ്ടിട്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബായിക്ക് കാത് വെച്ച് കേൾക്കറ്, എന്തൊരു ചെല്ലു നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നുകൊണ്ടിട്ട് അല്ലാഹുമ്മ ഗ്ഫിർലി അല്ലാഹുമ്മ ഇർഹംനി അല്ലാഹുമ്മ ഗ്ഫിർലി അല്ലാഹുമ്മ ഇർഹംനി, എനിക്ക് മാഫ് താ റബ്ബേ, നക്രീന റഹ്മത്ത് താ റബ്ബേ. മാസൂമായ റബ്ബു, മാസൂമായ നബി, മാസൂമായ തപ്പാക്കാത്ത നബി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്ന ടൈമിൽ മാഫ് കേട്ടിട്ട് റഹ്മത്ത് ചൊരിയും ചെന്നുകൊണ്ടിട്ട് നബിമാരൊട്ടു സിദ്ദീഖ്മാരൊട്ടു സ്വാലിഹീങ്ങളൊട്ടു ശോതാക്കന്മാരൊട്ടു സേർപ്പാട്ട് ചെന്ന്. അങ്ങനെ ഉന്നതമായ സ്ഥാനത്ത് മഹാത്മാക്കന്മാരെ കിടക്കുന്ന ഒയ്ത്പാട്ട് ഏർപ്പാട്ട് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നുകൊണ്ട് ഇതിന് 3 വട്ട പുനരാവർത്തനാക്കിയിട്ട് ഇതായിത്തിക്കർ നബിരെ. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തെ ടൈമിൽ ഇങ്ങനെ കൈവയ്ത്തിരിക്കും, ഫിർ റഫീഖിൽ അഅ്ലാ ഫിർ റഫീഖിൽ അഅ്ലാ ഫിർ റഫീഖിൽ അഅ്ലാ. ആ കൈ രമയെ നോക്കിയോണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബെർലിറെ നോക്കിയോണ്ടിട്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലേക്ക് പോയ കൈ കീഴിൽ കൊടുത്തു. അതോടുകൂടെ റഹ്മത്തുല്ലിൽ ആലമീനായ ഞങ്ങൾ റഹ്മത്തായിട്ട് വന്ന് അള്ളാഹു കടത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനാലും വഫാത്തായി പോയിട്ട്. ഇതൈത്തിക്കറ് അവസാന ಘಟ್ಟತ್ತೋ ನಬಿರೆ ಕೊರೆ ಸಂದೇಶ ನಿಂಗೆ ಇದು ಸದುಪಯೋಗ ಆಯ್ತಿಕ್ಕು ನಾ ಬಿಯಾರಿಕರೆ. ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ತಆಲ ಅದಕ್ಕೆ ಸಂಬಂಧಪಟ್ಟ ವಿಷಯ ಕೊರಿಯೇನೂ ಉಂಟು. ಇನ್ಶಾ ಅಲ್ಲಾ നെക്സ്റ്റ് ക്ലാസ് ഞങ്ങൾ മുൻവരിക്ക. അള്ളാഹു ഹക്ക് പോലെ മനസ്സിലാക്കും, അതിൽ സ്വീകരിക്കും. ബാത്തിൽ പോലെ മനസ്സിലാക്കിയതിൽ കൈപൊടുക്കും. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.